മനസാക്ഷിയുള്ള ആരുടെയും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നത്. നിക്ഷേപിച്ച പണം തിരികെ കിട്ടാത്തതിനാൽ സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തു. പിണറായിയുടെ കേരളത്തിൽ സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട് നടക്കുന്ന മറ്റൊരു അരുംകൊല കൂടി. ഇടുക്കി കട്ടപ്പനയിൽ സഹകരണ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി. കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബുവാണ് ബാങ്കിന് മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുന്നിൽ ആണ് ആത്മഹത്യ. തൂങ്ങി മരിച്ച നിലയിലാണ് സാബുവിനെ കണ്ടെത്തിയത്. സംഭവത്തിന് പിന്നാലെ ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി BJP പ്രവർത്തകരെത്തി. ബാങ്കിന് മുന്നിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനങ്ങൾ കൂടുതൽ തടിച്ചുകൂടുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു ഇന്നലെ ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല. ജീവനക്കാർ മോശമായി പെരുമാറി. ഇതേ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 7:30ഓടെയാണ് സാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബാങ്കിന് സമീപത്ത് താമസിക്കുന്നവരാണ് ബാങ്കിന്റെ പടികൾക്ക് സമീപം മരിച്ച നിലയിൽ സാബുവിനെ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിരുന്നു. 25 ലക്ഷത്തോളം രൂപയാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. ഈ പണം തിരികെ ആവശ്യപ്പെട്ട് പലതവണ സാബു ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലായിരുന്നതിനാൽ മാസം തോറും നിശ്ചിത തുക നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് തുക നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ ഭാര്യയുടെ ചികിത്സാർത്ഥം കൂടുതൽ തുക ആവശ്യപ്പെട്ട് സാബു ബാങ്കിലെത്തിയിരുന്നു. എന്നാൽ പണം നൽകാൻ ജീവനക്കാർ തയ്യാറായില്ല. തുടർന്ന് ജീവനക്കാരുമായി തർക്കമുണ്ടാവുകയും ചെയ്തു. തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാബുവിൻ്റെ ഭാര്യ. രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മരിച്ച നിലയിൽ സാബുവിനെ കണ്ടെത്തിയത്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2 വർഷം മുമ്പാണ് CPM ഭരണസമിതിക്ക് കീഴിൽ വരുന്നത്. പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. കുറഞ്ഞ നിക്ഷേപകർ മാത്രമാണ് ഇവിടെയുള്ളത്. സാബുവിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. സാബുവിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചത്. മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്നും തന്നെ അപമാനിച്ചാണ് ഇറക്കി വിട്ടതെന്നും അതിൽ മനം നൊന്താണ് ജീവനൊടുക്കുന്നതെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. എല്ലാവർക്കും അറിയാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് സാബു എഴുതിയിരിക്കുന്നത്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരായ 2 പേരുമാണെന്നും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണം നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് തൻ്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് ചെന്നപ്പോൾ തന്നെ അപമാനിച്ചിറക്കി വിട്ടുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതാദ്യമായിട്ടല്ല കേരളത്തിൽ ഇത്തരമുള്ള സംഭവങ്ങൾ നടക്കുന്നത്. കരുവന്നൂർ തന്നെയാണ് ഉദാഹരണം. സാധാരണക്കാരായ വ്യക്തികൾ അവരുടെ ജീവിതത്തിലെ ചെറിയ വരുമാനങ്ങൾ കൂട്ടിവെച്ചുകൊണ്ടാണ് ഈ സഹകരണ ബാങ്കുകൾ നിക്ഷേപിക്കുന്നത്. എന്നാൽ ഈ സഹകരണ കൊള്ളയിലൂടെ ആ സാധാരണക്കാരൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങളെയാണ് ഇവർ തല്ലിക്കെടുത്തുന്നത്. സഹകരണ കൊള്ളയ്ക്ക് പിന്നിൽ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെയുണ്ട്. കരുവന്നൂർ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. 100-ലധികം കോടി രൂപ തട്ടിയെടുത്തതിൽ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ട്. ഇവിടെ കട്ടപ്പനയിലെ റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരിക്കുന്നതും ഇടതുമുന്നണിയാണ്. സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്. ഇവിടെ സാധാരണക്കാരന് അവൻ്റെ സ്വന്തം നിക്ഷേപം തിരിച്ചു കിട്ടാൻ വഴിയില്ല. കരുവന്നൂർ വന്നപ്പോൾ എന്താണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്? നിക്ഷേപകർക്കെല്ലാം ഞങ്ങൾ പണം തിരികെ നൽകും. നിക്ഷേപകരുടെ പണം സുരക്ഷിതമാണ്, സർക്കാരാണ് ഗ്യാരണ്ടി. പക്ഷേ ആർക്ക് എവിടെ നിക്ഷേപം തിരിച്ചു കിട്ടി? ഇതൊരു കരുവന്നൂരിൻ്റെ കഥയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഹകരണ ബാങ്കുകളെ, സഹകരണ പ്രസ്ഥാനങ്ങളെ തകർത്തതിന് പിന്നിൽ രാഷ്ട്രീയപരമായ വലിയ ഒത്തുകളിയുണ്ട്. ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനെ കാലാകാലങ്ങളായി വഞ്ചിച്ചതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു സാധാരണക്കാരൻ കൂടി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു. 25 ലക്ഷം രൂപ താൻ സമ്പാദിച്ച, ജീവിതത്തിലുടനീളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു, സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിലാണ് നിക്ഷേപിക്കുന്നത്. ആ പണം സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിച്ചാൽ അത്ഭുതപ്പെടാനില്ല. സാധാരണ മനുഷ്യരാണ്. അവർക്ക് വേദനയും വികാരങ്ങളുമുണ്ട്. സ്വന്തം ഭാര്യയുടെ ചികിത്സയ്ക്ക് ഉതകാത്ത പണം, അതിന് തന്നെ സഹായിക്കാത്ത പണം തനിക്ക് വേണ്ട എന്ന് ആ സാധാരണക്കാരൻ ചിന്തിച്ചിരിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ മരണത്തിന് ഉത്തരവാദി ഭരണകൂടമാണ്. ബാങ്ക് മാത്രമല്ല, നമ്മെ ഭരിക്കുന്ന, ബാങ്കിനെ നിയന്ത്രിക്കുന്ന ഭരണകൂടം കൂടിയാണ്.
സഹകരണ വകുപ്പാണ്, സഹകരണ ഡിപ്പാർട്ട്മെന്റാണ്. സഹകരണ വകുപ്പിനെ ഭരിക്കുന്ന മന്ത്രിക്ക് കൂടി ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാതെ പോകാൻ കഴിയില്ല. തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സാബുവിൻ്റെ ഭാര്യ. രാവിലെ വീട്ടിൽ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം നടത്തി വരുന്നതിനിടയിലാണ് മരിച്ച നിലയിൽ സാബുവിനെ കണ്ടെത്തിയത്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ബാങ്ക് 2 വർഷം മുമ്പാണ് CPM ഭരണസമിതിക്ക് കീഴിൽ വരുന്നത്. പ്രതിസന്ധിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. കുറഞ്ഞ നിക്ഷേപകർ മാത്രമാണ് ഇവിടെയുള്ളത്. സാബുവിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. സാബുവിൻ്റെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്നാണ് പോലീസിന് ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചത്. മരണത്തിന് ഉത്തരവാദി ബാങ്കാണെന്നും ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ കിട്ടിയില്ലെന്നും തന്നെ അപമാനിച്ചാണ് ഇറക്കിവിട്ടതെന്നും അതിൽ മനം നൊന്താണ് ജീവനൊടുക്കുന്നതെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്.